ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ചില സ്റ്റെപ്പുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ശാലിനി സ്റ്റെപ്സുകള്? ശാലിനി, ഏതൊക്കെ സ്റ്റെപ്പ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ് ക്ലാസ്സിൽ? ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? ഫസ്റ്റ് നമ്മള് അതിന് വേണ്ട ഒരു പ്ലാൻ തയ്യാറാക്കണം. ഓക്കെ. ദെൻ അതിന് നമ്മള് ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു അവയർനെസ് സ്റ്റാഫിന് കൊടുക്കണം. ദെൻ നമുക്ക് അവിടെ വേസ്റ്റ് ആയിട്ടുള്ള ഉപയോഗിച്ചിട്ട് അതിനെ നമുക്ക് കൃത്യമായിട്ട് ഒരു ബാഗേജിൽ അങ്ങനെ നമ്മളതിനെ ഇത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യാം, 1%. അത് യൂസ് ചെയ്യും. ഇനി നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് ഇത് ഒരു ബാഗേജിൽ ആക്കിയതിനു ശേഷം സ്പ്രെഡ് ആവാതെ നമുക്കത് കൃത്യമായിട്ട് അത് ആ ഒരു പ്ലേസിൽ നിന്ന് ഡിസ്പോസ് ചെയ്യേണ്ടി വരും. ദെൻ ഇതിനകത്ത് ഹൈപ്പോക്ലോറൈറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെ അതായത് ഡിറ്റർജന്റ് ഒന്നും യൂസ് ചെയ്യാൻ ഡിറ്റർജന്റ് അല്ലാത്തത് ഡിറ്റർജൻസ് ഉപയോഗിച്ച് മറ്റോ ക്ലീൻ ചെയ്യാം. പിന്നെ എയർ ഡ്രൈ ചെയ്യാം. ഓക്കെ, വെരി ഗുഡ് ശാലിനി. ദെൻ ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റലാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വേറെ ഏതൊക്കെയായിരുന്നു? വേറെ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റൽ? കെമിക്കൽസ്, ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, പിന്നെന്താണ്? ഓർഗാനിക് മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ നമ്മള് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് മാത്രമല്ലേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇന്ന് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. പേജ് നമ്പർ 4, റിജോ, പേജ് നമ്പർ 4. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. PDF ഇല്ല എല്ലാവരുടെയും കയ്യില്? പേജ് നമ്പർ 4, മെർക്കുറി സ്പില്ലേജ്. ഓക്കെ. സ്ക്രീൻ ക്ലിയർ അല്ലേ? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, എന്താണ് ഇപ്പൊ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? മെർക്കുറി എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻസസ് ആണ്. അതിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് വേണം അതിനെ ഹാൻഡിൽ ചെയ്യാൻ. അല്ലെങ്കിൽ അത് പരിസ്ഥിതിക്കും ഹെൽത്തിനും പബ്ലിക്കിന്റെ ഹെൽത്തിനെയും അല്ലെങ്കിൽ പരിസ്ഥിതിയെയും അത് ബാഡ്ലി അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ട് വേണം നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ പറയുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? മെർക്കുറി ലീക്കേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ദ എൻവയോൺമെന്റ് ആൻഡ് ആക്ച്വൽ മാനേജ്മെന്റ് ഈസ് വൈറ്റൽ. ഓക്കെ, എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെർക്കുറി എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്, ഒരു സബ്സ്റ്റാൻസസ് ആണ്. അതിനെപ്പോ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ അത് പബ്ലിക് ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും ദോഷകരമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എവിക്ട് ദ ഏരിയ. ഒരു മെർക്കുറി സ്പില്ലേജിന്റെ ലീക്കേജ് ഉണ്ടായാൽ, ഒരു മെർക്കുറിയുടെ ലീക്കേജ് ഉണ്ടായാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് ഏതാണ്? എവിക്ട് ദ ഏരിയ. എന്താണ്? ഏരിയ ഒഴിപ്പിക്കുക. ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ്, എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. എന്താണ്? ആ സ്പില്ല് മേജർ ആയിട്ടുള്ള ഒരു സ്പില്ലാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിപ്പിക്കണം, അവിടെയുള്ള ആളുകളെ ഒഴിപ്പിക്കണം. പിന്നെന്താണ്? ആ ഏരിയ ഐസൊലേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? എമർജൻസി സെന്ററിലോട്ട് കോൾ ചെയ്യണം. ക്ലിയർ ആയോ? എമർജൻസി സർവീസിന് വേണ്ടിയിട്ട് കോൾ ചെയ്യണം. ഫസ്റ്റ് വൺ ആണ് എവിക്ട് ദ ഏരിയ. മെർക്കുറിയുടെ ഒരു ലീക്കേജ് ഉണ്ടായാൽ
ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ആണ് എവിക്ട് ദ ഏരിയ. ക്ലിയർ ആയോ? എവിക്ട് ദ ഏരിയ. ഓക്കെ മാം. ടേക്ക് അവേ ജ്വല്ലറി. എന്താണ്? ജ്വല്ലറികൾ റിമൂവ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? ടേക്ക് അവേ ഓൾ ജ്വല്ലറി ഫ്രം ഹാൻഡ്സ് ആൻഡ് റിസ്റ്റ് സോ ദാറ്റ് ദ മെർക്കുറി കാൺ കമ്പൈൻ വിത്ത് ദ വാല്യുബിൾ മെറ്റൽസ്. ഓക്കെ, മെർക്കുറിക്ക് മറ്റുള്ള മെറ്റീരിയൽസുമായിട്ട് കമ്പൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ഇത് മെർജ് ചെയ്യും മറ്റുള്ള ജ്വല്ലറീസ് അല്ലെങ്കിൽ മറ്റുള്ള മെറ്റൽസുമായിട്ട്. ഓക്കെ, അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഈ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ നമ്മളിത് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മൾ എന്താണ് ആ ജ്വല്ലറീസ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ടേക്ക് എവേ ജ്വല്ലറീസ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാമോ മാം? ഒന്നുകൂടി പറയാമോ മാം? എന്ന് പറഞ്ഞാൽ എന്താണ്? മെർക്കുറീസിന് മറ്റുള്ള മെറ്റൽസുമായിട്ട് മെർജ് ചെയ്യാനുള്ള ബ്ലെൻഡ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം മെറ്റൽസ് അല്ല ഇത്തരം മെർക്കുറി ബ്ലെൻഡ് ആവുന്ന ഈ ഓർണമെന്റ്സ് എന്താണ്? ഡാമേജ് ആയി പോകും. അപ്പൊ അത് തടയുന്നതിന് വേണ്ടി നമ്മൾ ഇതായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള വാച്ചുകളായാലും ഓർണമെന്റ്സ് ആയാലും നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, then wear protective equipments. ഓക്കെ, വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എന്താണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്? ഏതായിരുന്നു? നമ്മള് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? PPE എന്താണ്? ഗ്ലൗ, മാസ്ക്, ഗ്ലൗസ്. PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്. രമ്യ ഏതൊക്കെയാണ് PPEയിൽ വരുന്നത്? ഗ്ലൗസ്, ഗ്ലൗസ് ആയിരിക്കാം. ഗ്ലൗസ് മാത്രം പറഞ്ഞോളൂ. നമ്മൾ പേഴ്സണൽ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് അതിൽ ഉണ്ടാകുന്നത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ഗ്ലൗസ്, ഗ്ലൗസ്, ഗൗൺ, മാസ്ക്. ഇതുപോലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് PPE നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. such as gloves, goggles and respirators before going to the spill to avoid connection with the mercury and prevent inhalation of mercury vapors. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. മ്യൂട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ എന്താണ്? ഈ മെർക്കുറിയുമായിട്ട് കണക്ഷൻ വരുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ മെർക്കുറി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻസസ് ആണെന്ന് പറഞ്ഞു. ഇതിന്റെ വേപ്പേഴ്സ് ശ്വസിക്കുന്നതിലൂടെ എന്താണ്? നമുക്ക് പലതരം അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനു മുൻപ് നമ്മൾ ഈ മാസ്ക് അല്ലെങ്കിൽ ഗോഗിൾസ്, കണ്ണടകള്, ഗ്ലൗസ് ഒക്കെ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ദെൻ പിന്നെന്താ പറയുന്നത്? കണ്ടെയ്ൻ ദ സ്പിൽ. എന്തായിരുന്നു കണ്ടെയ്ൻ ദ സ്പിൽ? ആ സ്പില്ല് സ്പ്രെഡ് ആവാതെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ആ സ്പില്ല് സ്പ്രെഡ് ആവാതെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ ആ സ്പില്ല് പ്രിവെന്റ് ചെയ്യാം? യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ് ഓർ അബ്സോർബൻ മെറ്റീരിയൽസ് ലൈക്ക് അബ്സോർബൻ പാഡ്സ് ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. എന്താണ് മെർക്കുറി സ്പിൽ കിറ്റ്? അതായത് നമ്മൾ ഈ സ്പ്രെഡ് അതായത് എന്താണ് ഈ സ്പില്ലായിട്ടുള്ള അതായത് ലീക്കേജ് വന്ന് ഈ മെർക്കുറി നമ്മൾ എന്ത് ചെയ്യണം? സ്പ്രെഡ് ആവാതെ കണ്ടെയ്ൻ ചെയ്യണം. അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് നമുക്ക് അബ്സോർബൻ പാഡ്സോ അല്ലെങ്കിൽ എന്താണ് ടിഷ്യൂസ്, ടവൽസ് യൂസ് ചെയ്യാം. അതായത് മെർക്കുറി കിറ്റ് ഉണ്ട്, മെർക്കുറി സ്പിൽ കിറ്റ്. അതിലെന്തൊക്കെയാ വരുന്നത്? മെർക്കുറി അബ്സോർബൻ മെറ്റീരിയൽസ് ഉണ്ട്. ഈ മെർക്കുറിയെ അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽസ് ലൈക്ക് പാഡ്, സ്പഞ്ച് പോലുള്ളവയുണ്ട്. പിന്നെ മെർക്കുറി കളക്ഷൻ ടൂൾസ് വരുന്നുണ്ട്. ഈ മെർക്കുറി നമ്മൾ അറിയാം താഴെ വീണാല് വാട്ടർ പോലെ സ്പ്രെഡ് ആവുകയല്ല ചെയ്യുന്നത്. ചില ഡ്രോപ്സ് ഇല്ലേ, മഴത്തുള്ളികൾ പോലെ ഇങ്ങനെ ഇതുപോലെ തുള്ളി തുള്ളിയായിട്ട് താഴെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? മെർക്കുറി ഡ്രോപ്സ് താഴെ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ മെർക്കുറി നമ്മൾ അബ്സോർബ് ചെയ്യാനായിട്ട് മെർക്കുറി കളക്ഷൻ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. സക്ഷൻ പമ്പ് എന്ന് പറയും. ഒരു സിറിഞ്ച് പോലുള്ള ഒരു സംഭവമാണ് സക്ഷൻ പമ്പ്. അതിനെ പമ്പ് ചെയ്ത് അബ്സോർബ് ചെയ്തെടുക്കും. ഈ സക്ഷൻ പമ്പ് യൂസ് ചെയ്ത് ഇത്തരം ഡ്രോപ്സിന് നമ്മൾ അബ്സോർബ് ചെയ്തെടുക്കും. ഇത് മെർക്കുറി സ്പിൽ കിറ്റിലും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? പിന്നെ ഓൾസോ PPE ഉണ്ട്, ഗ്ലൗസ്, ഗോഗിൾസ് ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്.
പിന്നെ മെർക്കുറി അബ്സോർബൻ പൗഡർ വരുന്നുണ്ട്. ഈ മെർക്കുറി അബ്സോർബൻ പൗഡർ എന്തിനാ യൂസ് ചെയ്യുന്നത്? അത് ഇത് അമാൽഗമേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പൗഡർ നമ്മൾ അവിടെ സ്പ്രെഡ് ചെയ്താൽ ഈ മെർക്കുറി എന്തായിട്ട് പൗഡർ ഫോമിലോട്ട് ചേഞ്ച് ആവും. അപ്പൊ ഈസി ടു ക്ലീൻ ചെയ്യാനായിട്ട് ഈസി ആണ്. ഓക്കെ, ഇതാണ് മെർക്കുറി സ്പിൽ കിറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഐറ്റംസ്. ഏതൊക്കെയാണ്? പമ്പ് വരുന്നുണ്ട്, ഇത് സക്ക് ചെയ്തെടുക്കാനുള്ള പമ്പ് വരുന്നുണ്ട്, സക്ഷൻ പമ്പ്. ഓക്കെ, പിന്നെന്താണ്? അബ്സോർബൻ പാഡ്സ്, സ്പഞ്ചസ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ മെർക്കുറി സ്പിൽ കിറ്റ്. അപ്പൊ ഈ മെർക്കുറി സ്പിൽ കിറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഈ മെർക്കുറി എന്ത് ചെയ്യാം? സ്പ്രെഡ് ചെയ്യാതെ കൺട്രോൾ ചെയ്യാം. പിന്നെന്താ പറയുന്നത്? പുട്ട് ദ മെറ്റീരിയൽസ് ഇൻ എ ലേബിൾഡ് ഹസാർഡസ് വേസ്റ്റ് ബാഗ് ഓർ കണ്ടെയ്നർ ഫോർ ഡിസ്കാർഡിംഗ്. നമ്മൾ യൂസ് ചെയ്ത ഈ അബ്സോർബൻ പാഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പഞ്ച് ആയിക്കോട്ടെ, ഇതുമായിട്ട് മെർക്കുറിയുമായിട്ട് ഡയറക്റ്റ് യൂസിൽ വന്ന ഇത്തരം മെറ്റീരിയൽസ് നമ്മൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ലേബിൾഡ് മെർക്കുറി വേസ്റ്റ് എന്ന് ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? മാം ഒരു തവണ കൂടി. പറഞ്ഞുതരാം. അപ്പൊ മെർക്കുറി സ്പിൽ കിറ്റ് എന്താണെന്ന് മനസ്സിലായോ? മെർക്കുറി സ്പിൽ കിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഏതൊക്കെയാണ് പ്രിൻസി മെർക്കുറി സ്പിൽ കിറ്റ് വരുന്നത്? സക്ഷൻ പമ്പ്, അബ്സോർബൻ പാർട്സ്. ഓക്കെ, പിന്നെന്താണ്? മെർക്കുറി അബ്സോർബൻ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, അബ്സോർബൻ പാഡ്സ്, സ്പഞ്ച് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്പിൽ കിറ്റ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ മെർക്കുറി സ്പ്രെഡ് ആകാതെ തടയാം. ഓക്കെ, മെർക്കുറി സ്പ്രെഡ് ആകാതെ തടയുന്നതിന് വേണ്ടി ഇത്തരം സ്പിൽ കിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇത്തരത്തിൽ യൂസ് ചെയ്ത ഈ സ്പിൽ കിറ്റ്, ഗ്ലൗസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ഈ സ്പഞ്ച്, അബ്സോർബൻ പാഡ് ആയിക്കോട്ടെ, നമ്മൾ അത് ലേബിൾഡ് ചെയ്ത ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരം ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നീഡിൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ വൺ ടൈം യൂസിന് വേണ്ടിയുള്ളതാണ് അല്ലെ? നീഡിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൺ ടൈം യൂസ് ആണ്. അല്ലാതെ സിറിഞ്ച്, സിസേഴ്സ് ഒക്കെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. ഓക്കെ, സിറിഞ്ച് എങ്ങനെയാണ്? റീസൈക്ലിന് വേണ്ടി ആയിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സിസേഴ്സ് എങ്ങനെയാണ് വീണ്ടും ഉപയോഗിക്കേണ്ടത്? ഡിസിൻഫെക്ട് ചെയ്തതിനു ശേഷം, അണുമുക്തമാക്കിയതിനു ശേഷം വേണം നമുക്ക് സിസേഴ്സ് വീണ്ടും ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ നീഡിൽസ് ഒക്കെ നമ്മൾ വൺ ടൈം യൂസ് ആണ് ചെയ്യുന്നത്. പക്ഷെ സിസേഴ്സ് ഒക്കെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. എങ്ങനെ? ഈ സൊല്യൂഷൻ യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് സിസേഴ്സ് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. സിറിഞ്ച് പോലുള്ള മെറ്റീരിയൽസ്, സിറിഞ്ച് പോലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അത് റീസൈക്ലിന് വേണ്ടി ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? Then clean up the spill. Use a mercury spill kit to adhere to the manufacturer's directives for the exact use of absorbent materials to clean up the spill. എന്താണ്? മാനുഫാക്ചറിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കണം നമ്മൾ എന്ത് മെർക്കുറി സ്പിൽ കിറ്റ് യൂസ് ചെയ്യേണ്ടത്. അതിലുള്ള മെറ്റീരിയൽസ്, അതിലുള്ള ആ സ്പിൽ കിറ്റിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഈ മാനുഫാക്ചേഴ്സിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? ബി കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ മെർക്കുറി ഡ്യൂറിങ് ക്ലീനപ്പ്. ഈ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ മെർക്കുറി സ്പ്രെഡ് ആകാതെ ശ്രദ്ധിക്കണം. സം ഹോസ്പിറ്റൽസ് ഫോളോ ഓൾ ദ മെർക്കുറി സ്പിൽ സർഫസസ് ഡീകണ്ടാമിനേറ്റഡ് വിത്ത് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ചില ഹോസ്പിറ്റൽസിൽ ഈ മെർക്കുറി സ്പില്ലിനെ നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അണുവിമുക്തമാക്കാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് യൂസ് ചെയ്യുന്നത്? മെർക്കുറി സ്പില്ലേജ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യേണ്ടത്? 10% sodium solution. 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് മെർക്കുറി ലീക്കേജ് ഉണ്ടായാൽ ആ ഏരിയ അല്ലെങ്കിൽ ഡീകണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട സൊല്യൂഷൻ. ഓക്കെ, പിന്നെന്താ ചെയ്യേണ്ടത്? ലീവ് എ വിൻഡോ ഓപ്പൺ ടു ഏരിയേറ്റ് ആഫ്റ്റർ ദ ക്ലീനപ്പ്. ഓക്കെ, ക്ലീൻ ചെയ്തതിന് ശേഷം വിൻഡോസ് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മെർക്കുറീസിന്റെ വേപ്പേഴ്സ് ശ്വസിച്ചാൽ എന്താ പറ്റുന്നത്? പലതരം അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ബ്രീത്തിങ് ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ ലങ്സിന് ഡാമേജ് ഉണ്ടാകാം.
ഈവൻ നമ്മുടെ ഫീറ്റസിന്റെ ഡെവലപ്മെന്റിനെ വരെയും അത് ബാധിച്ചേക്കാം, അഫക്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഇത് ശ്വസിക്കുന്നത് തടയുന്നതിന് വേണ്ടി നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാ വിൻഡോസും ഓപ്പൺ ചെയ്തിരിക്കണം. ഓക്കെ, എയർ പാസിന് വേണ്ടി വിൻഡോസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. After making sure that all the mercury has been removed, continue normal vacuuming and use the cleaned area for customary operations. Okay, അതായത് അതിനുശേഷം 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ഡീകണ്ടാമിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ ആയിട്ടുള്ള വാക്യൂമിങ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതിനുശേഷം സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതില് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ക്ലീൻ അപ്പ് ദ സ്പിൽ എന്താ പറയുന്നത്? ആ സ്പില്ലിനെ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ മെർക്കുറി സ്പ്രെഡ് ആയ ഏരിയ എങ്ങനെ ക്ലീൻ ചെയ്യാം? എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? മെർക്കുറി സ്പിൽ കിറ്റ് മാനുഫാക്ചറിന്റെ ഡയറക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. മെർക്കുറി സ്പിൽ കിറ്റ് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെന്താണ്? മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? 10% sodium 10% സോഡിയം സൊല്യൂഷൻ യൂസ് ചെയ്ത് മെർക്കുറി ലീക്കേജ് ക്ലീൻ ചെയ്യണം, മെർക്കുറി കണ്ടാമിനേറ്റ് ചെയ്യണം. കണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എക്സാമിന് ചോദിക്കാതെ ഏതാണ്? 10% sodium thiosulfate solution. ഓക്കെ, അപ്പൊ നമ്മള് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിൽ പഠിച്ചു. അതിൽ ഏത് സൊല്യൂഷൻ ആണ്? ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ. ഓക്കെ, ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ ആണ്. 1% ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ. മെർക്കുറി ആണെങ്കിൽ, മെർക്കുറിയുടെ കേസിലാണെങ്കിൽ നമ്മൾ 10% സോഡിയം ചെയ്യേണ്ടത്. ക്ലിയർ ആണ്? സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അങ്ങനെ തയോസൾഫേറ്റ് 10% സോഡിയം തയോസൾഫേറ്റ് യൂസ് ചെയ്ത് ഡീകണ്ടാമിനേറ്റ് ചെയ്ത ഏരിയ നമുക്ക് എന്താണ്? നോർമൽ വാക്യൂമിങ് ചെയ്തതിന് ശേഷം സാധാരണ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം? All materials that come into contact with the mercury should be discarded as dangerous waste in labeled bags or containers. Adhere to local, state and federal regulations for the disposal of dangerous waste. അതായത് മെർക്കുറി വേസ്റ്റ് എന്ന് ലേബൽ ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഇതുമായിട്ട് മെർക്കുറി ആയിട്ട് കോണ്ടാക്ട് വന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. കൂടാതെ എന്താ പറയുന്നത്? ലോക്കലിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഹോസ്പിറ്റൽ പോളിസീസും പാലിച്ചായിരിക്കണം നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? സ്ക്രീൻ സ്ക്രോൾ ചെയ്യാവോ? ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? നെക്സ്റ്റ് വൺ എന്താണ്? റിപ്പോർട്ട് ദ സ്പിൽ. സ്പില്ലിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സ്പിൽ ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ കൺസേൺഡ് സ്റ്റാഫ് ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? റിപ്പോർട്ട് ദ സ്പിൽ. ഓക്കെ, എന്താണ്? ഇത്തരമൊരു ലീക്കേജ് ഉണ്ടായിട്ടുണ്ടെന്ന് അതുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാഫിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിന് വേണ്ടിയോ ഇത്തരത്തിൽ നമ്മൾ സ്റ്റാഫിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മെർക്കുറി ലീക്കേജ് ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ? എന്തൊക്കെയാണ്? എങ്ങനെയാണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ശ്രീജ? എങ്ങനെയാണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്? ഓക്കെ, ആദ്യം എവിക്ട് ചെയ്യണം, എവിക്ട് ഏരിയ.
അതായത് ഒഴിപ്പിക്കണം. അവിടെയുള്ള ആൾക്കാരെയും കാര്യങ്ങളൊക്കെ ഒഴിപ്പിച്ചിട്ട് ഐസൊലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എമർജൻസി നമ്പറിലേക്ക് കോൾ ചെയ്യണം. അതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. കോൾ ചെയ്യാം. പിന്നെന്താണ് സെക്കൻഡ് പോയിന്റ്, മെർക്കുറിക്ക് റിയാക്ട് ചെയ്യുന്ന ജ്വല്ലേഴ്സ് എല്ലാം റിമൂവ് ചെയ്യണം. അതായത് മെർക്കുറിക്ക് റിയാക്ട് ചെയ്യും മെറ്റൽസും ആയിട്ട്. സോ അത് ബ്ലെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്യണം. പിന്നെ PPE കിറ്റ്, ഗഗിൾസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ വെയർ ചെയ്യണം. PPE കിറ്റ് ഒക്കെ വെയർ ചെയ്യണം. അതെന്തിനു വേണ്ടിയാ വെയർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? നമ്മളുടെ പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വെയർ ചെയ്യുന്നത്. പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. വെരി ഗുഡ്. പിന്നെന്താ പറയുന്നത്? സ്പില്ല് പ്രിവെന്റ് ചെയ്യണം. കണ്ടെയ്ൻഡ് സ്പില്ല് പ്രിവെന്റ് ചെയ്യണം. സ്പിൽ കിറ്റ്, മെർക്കുറി സ്പിൽ കിറ്റ് യൂസ് ചെയ്യണം. അതായത് അത് അബ്സോർബ് ചെയ്യാനുള്ള സ്പഞ്ച്, മെർക്കുറി കളക്ഷൻ കിറ്റ്, പാഡ് എന്നിവയൊക്കെ യൂസ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാനായിട്ട്. സ്പ്രെഡ് ചെയ്യാതെ തടയണം നമ്മളെല്ലാം. അതിനു വേണ്ടി ഇത്തരം മെർക്കുറി കിറ്റ് യൂസ് ചെയ്യണം. പിന്നെന്താ പറയുന്നത്? അതെല്ലാം മെർക്കുറി വേസ്റ്റ് എല്ലാം ലേബിൾഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ സൂക്ഷിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ സിറിഞ്ച്, സിസേഴ്സ് എല്ലാം റീസൈക്ലിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ പറയുന്നത് നീഡ്ലെസ് സിറിഞ്ച് ആണ്. നമ്മൾ സെക്ഷൻ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് റീസൈക്കിൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ 6ാമത്തെ പോയിന്റ്, മാനുഫാക്ചറിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചിട്ട് വേണം മെർക്കുറി സ്പിൽ കിറ്റ് യൂസ് ചെയ്യാനായിട്ട്. മാത്രമല്ല 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് വേണം മെർക്കുറി ലീക്കേജ് ക്ലീൻ ചെയ്യാനായിട്ട്, ഡീകണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട്. ഈ നമ്മൾ ഈ വിൻഡോസ് ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, എന്തിനു വേണ്ടിയാണ് വിൻഡോസ് ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞത്? നമുക്കിപ്പം ഇത് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്രീത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരും. അപ്പം വിൻഡോസ് ഓപ്പൺ ചെയ്തിട്ടാൽ അത് കുറയാനായിട്ട് സാധിക്കും. അതിനുശേഷം നോർമൽ വാക്യൂമിംഗ് ചെയ്തിട്ട് ആ ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് മെർക്കുറി വേസ്റ്റ് എന്ന് എഴുതിയ ലേബൽ ഒട്ടിച്ചിട്ടുള്ള കണ്ടെയ്നറിൽ മാത്രം വേസ്റ്റ് ഇടാനായിട്ട് പറ്റുള്ളൂ. അതുകൂടാതെ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിട്ട് വേണം അത് വേസ്റ്റ് ഇടുന്നത്. പിന്നെ അത്തരം ലീക്കേജ് ഉണ്ടായിട്ടുണ്ടെന്ന് അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സിനെ അറിയിക്കണം. വെരി ഗുഡ് ശ്രീജ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഏതാ വരുന്നത്? ഷാർപ്സ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഏതൊക്കെ ഷാർപ്സ് ആണ് ഹോസ്പിറ്റലിൽ കാണാൻ കഴിയുന്നത്? എന്തൊക്കെ ഷാർപ്സ് ഉണ്ടായിരിക്കാം ഹോസ്പിറ്റലില്? നീഡില്, മെഡിക്കൽ ടൂൾസ്. അപ്പൊ എന്താ പറയുന്നത്? ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് നീഡിൽസ് വരാം, സ്കാൽപ്പൽസ് വരാം, ആൻഡ് അതർ ഷാർപ്പ് മെഡിക്കൽ ടൂൾസ്. ഏതൊക്കെയാണ്? സ്മോൾ നൈസ്, സർജറി ടൈമിൽ യൂസ് ചെയ്യുന്ന നൈസ്, അല്ലെങ്കിൽ എന്താണ് ഡിറ്റാച്ചബിൾ ബ്ലേഡ്. സ്കാൽപ്പൽസ് എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ചബിൾ ബ്ലേഡ് ആണ്. സർജൻസ് യൂസ് ചെയ്യുന്ന ബ്ലേഡ്, അല്ലെങ്കിൽ സിസേഴ്സ്, അല്ലെങ്കിൽ നീഡിൽസ്. ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ക്യാൻ കോസ് ഇഞ്ചുറി ആൻഡ് ഇൻഫെക്ഷൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് അതേഴ്സ് who may come into contact with it. ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിനായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യൻസിന് ഇതുമായിട്ട് ഇഞ്ചുറീസ് വരാൻ ചാൻസസ് ഉണ്ട്. നമുക്കറിയാം നീഡിൽസ്, ഒരാളുടെ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ അതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാനായിട്ട് കാരണമാകുന്നുണ്ട് ഈ ഇഞ്ചുറീസിലൂടെ. നമ്മൾ പഠിച്ചു ഇഞ്ചുറീസ്, ഇൻഫെക്ഷൻസ്. ഇപ്പൊ ബ്ലഡ് ശരീരത്തിൽ പ്രവേശിച്ചാൽ പലതരം അസുഖങ്ങൾ ഉണ്ടാവുമെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു അത്? ഇഞ്ചുറീസിലൂടെ ചില അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? ഇൻഫെക്ഷൻ. ഏതായിരുന്നു? HIV, ഹെപ്പറ്റൈറ്റിസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോ ഇതിനു മുൻപ് ഇത് കോണ്ടാക്ട് മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഹിയർ ആർ സം സ്റ്റെപ്സ് ഫോർ മാനേജിങ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ സ്പില്ലേജ് ഉണ്ടായാൽ അതിനെങ്ങനെ മാനേജ് ചെയ്യണം? എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്?
ഫസ്റ്റ് വൺ എന്താണ്? യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഓക്കെ, ബിഫോർ അപ്രോച്ചിങ് ദ സ്പിൽ personnel should wear suitable personal protective equipments, which means PPE. That includes gloves and puncture-resistant containers to avoid contact with the waste and avert injuries. അപ്പൊ നമ്മൾ ഇത് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് നമ്മൾ എന്താണ് PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? ഗ്ലൗസ്, ഓക്കെ, മാസ്ക്, ഗ്ലൗസ്, അതുപോലുള്ള PPE നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ, അതായത് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ഇടുന്നതിന് എന്ത് പറ്റും? ഷാർപ്സ് ഒബ്ജക്റ്റ് അല്ല, അത് കീറാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലെ? അപ്പൊ പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ മനസ്സിലായോ? യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്താണെന്ന് മനസ്സിലായോ? PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മള്. ക്ലിയർ ആണോ? കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് എന്തോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇതുമായിട്ട് കോണ്ടാക്ട് ഇതിനോട് ഇഞ്ചുറീസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? നെക്സ്റ്റ് പോയിന്റ് എന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ. യൂസ് എ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ to pick up carefully any sharps and put them in a labeled biohazard bag or container for discarding. അപ്പൊ എന്താ കണ്ടെയ്ൻ ദ സ്പിൽ എന്താ പറയുന്നത്? എന്താ കണ്ടെയ്ൻ ദ സ്പിൽ ചെയ്യേണ്ടത്? എന്താണ്? ഇത്തരം വേസ്റ്റുകൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുട്ട് ചെയ്യേണ്ടത്? എവിടെയാണ്? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലോട്ടായിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ബാഗിന് നമ്മൾ ലേബിൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഷാർപ്സ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഷാർപ്സ് ഡേഞ്ചർ എന്ന് ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഇത്തരം മെറ്റീരിയൽസ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. Then clear up the spill. Use a disinfectant solution to clean up the affected area completely. Stick to the manufacturer's directives for the apt concentration and contact time of the disinfectant. അപ്പൊ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് നമുക്ക് ആ ഏരിയ ക്ലിയർ ചെയ്യാം അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാം. മാനുഫാക്ചറിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നത്. കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് ക്ലിയർ അപ്പ് ദ സ്പിൽ. എങ്ങനെ ക്ലീൻ ചെയ്യാം? ഒരു ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏരിയ ക്ലീൻ ചെയ്യാം. ഓക്കെ, മാനുഫാക്ചറിന്റെ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? അത് ക്ലിയർ അപ്പ് ദ സ്പിൽ. ഓക്കെ മാം. നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്. വേസ്റ്റ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് എങ്ങനെയാണ്? All materials that come into contact with sharp spillage should be got rid of as dangerous waste labeled biohazard bags or container. ഇത്തരം ഷാർപ്സ് ലീക്കേജ് ഉണ്ടായാലും ഇത്തരം വേസ്റ്റുകൾ നമ്മൾ ഒരു ലേബിൾഡ് ചെയ്തൊരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. അത്തരം ബാഗുകളുടെ ഫ്രണ്ടിൽ ഒരു സിമ്പിൾ ഉണ്ടായിരിക്കും, ഒരു ട്രയാങ്കിൾ സിമ്പിൾ കണ്ടിട്ടുണ്ടോ? ഒരു 3 ക്രസന്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു സിമ്പിൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഇത്തരം സ്പില്ലേജ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, then again ഏതാണ്? റിപ്പോർട്ട് ദ സ്പിൽ. സ്പില്ലിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. Spills should be detailed to relevant staff person for documentation and investigation. ഡോക്യുമെന്റേഷന് വേണ്ടിയും ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാഫിനെ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ ആയോ? ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അമൃത, അമൃത പ്ലീസ് മ്യൂട്ട്. ഓക്കെ, അപ്പൊ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ എന്താ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത്തരത്തിലുള്ള ഷാർപ്സിന്റെ ലീക്കേജ് ഉണ്ടായാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? PPE. അത് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നതിന് മുമ്പ് PPE കിറ്റ് നമ്മൾ വെയർ ചെയ്യണം. ഓക്കെ, ഫൗസിയ കണ്ടിന്യൂ. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
ഇങ്ങനത്തെ ഷാർപ്പ് ടൂൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ PPE എന്ന് പറഞ്ഞ കിറ്റ് നമ്മൾ ഉപയോഗിക്കണം. ഗ്ലൗസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കണം. പിന്നെ ഇതിന്റെ മറ്റേ ഷാർപ്പ് ടൂൾസ് ഉപയോഗിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് അത് വേസ്റ്റിലിടുമ്പോൾ അതിന്റെ കണ്ടെയ്നർ ഉണ്ടാവും. അതിൽ ലേബിൾ വെച്ചിട്ടുണ്ടാവും. ആ കണ്ടെയ്നറിലാണ് ഈ വേസ്റ്റ് ഒക്കെ ഉള്ളത്. അതിനു മുൻപ് നമ്മൾ ഇത്തരം ഈ ഷാർപ്സിനെ നമ്മൾ പുട്ട് ചെയ്യേണ്ടത് പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലോട്ട്. പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ. പിന്നെന്താണ്? പിന്നെന്താ പറയുന്നത്? അത് ഡിസിൻഫെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാം ഏരിയ. പിന്നെന്താണ്? മാനുഫാക്ചറിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അവർ തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പാലിച്ചായിരിക്കണം ഇത്തരം ക്ലീൻ ചെയ്യേണ്ടത്. അതിന് പ്രത്യേക ബാഗ്സ് കണ്ടെയ്നറിലോ അത് ഡിസ്പോസ് ചെയ്യണം. അതിന് ലേബിൾഡ് ചെയ്തൊരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഇത്തരം ഷാർപ്പ് സ്പില്ലേജ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ലാസ്റ്റ് വൺ എന്തായിരുന്നു? റിപ്പോർട്ട് ദ സ്പിൽ. സ്പില്ലിനെ കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിനെ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ്? ഫർദർ ഡോക്യുമെന്റേഷന് വേണ്ടി അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയോ ആ സ്റ്റാഫിന് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ ഷാർപ്സ് ക്ലിയർ ആണോ? The next one ആണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഹോസ്പിറ്റൽസ് എന്തൊക്കെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ടാവാം? എന്തൊക്കെ കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ലബോറട്ടറി റിസർച്ചിന്റെ ടൈമിൽ ലാബിൽ ചിലപ്പോൾ കെമിക്കൽസ് റിയേജൻസ് ആയിട്ട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ ടൈമിൽ അല്ലെങ്കിൽ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ടൈമിൽ ഇത്തരം പല സിറ്റുവേഷൻസിലും ഹോസ്പിറ്റലിൽ നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൽക്കഹോൾ ഒക്കെ യൂസ് ചെയ്യാറില്ലേ? നമ്മൾ സ്കിൻ സർഫസ് ഒക്കെ ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് ആൽക്കഹോൾ ഒക്കെ യൂസ് ചെയ്യാറില്ലേ? സ്ക്രോൾ ചെയ്യാവോ? ഓക്കെ, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ മാം. ഓക്കെ. അപ്പോ ലബോറട്ടറി റിസർച്ചിന്റെ ടൈമിലായാലും അല്ലെങ്കിൽ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന ടൈമിലായാലും നമ്മൾ പലതരം കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു സ്കിൻ സർഫസ് ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോ ഇഞ്ചെക്ട് ചെയ്യുന്ന ടൈമിൽ അതിന് മുമ്പായിട്ട് നമ്മൾ ആ സർഫസ് ഒന്ന് ക്ലീൻ ചെയ്യില്ല ആൽക്കഹോൾ യൂസ് ചെയ്ത്. ഇങ്ങനെ പലതരം സിറ്റുവേഷൻസിൽ നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരം കെമിക്കൽസിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ എന്താണ്? ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ് സോൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പില്ല്. അതായത് ഇത്തരം സ്പില്ലേജ് മേജർ ആണോ മൈനർ ആണോ, അതായത് ഇമ്പോർട്ടന്റ് ആണോ, ഡേഞ്ചർ ആയിട്ടുള്ള സ്പില്ലേജ് ആണോ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അൺഇമ്പോർട്ടന്റ് ആണോ, അത്ര പ്രാധാന്യമില്ലാത്ത ഒരു സ്പില്ലേജ് ആണോ ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് വിലയിരുത്തണം എത്തരത്തിലുള്ള കെമിക്കലിന്റെ ലീക്കേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ് സോൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പിൽ. എത്തരത്തിലുള്ള കെമിക്കൽ ആണ് സ്പില്ലേജ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെന്താ പറയുന്നത്? എവിക്ട് ദ ഏരിയ. ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ് എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. നമ്മൾ മേജർ ആയിട്ടുള്ള ഒരു കെമിക്കലിന്റെ ലീക്കേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ആ ഏരിയ നമ്മൾ എവിക്ട് ചെയ്യണം. എവിക്ട് ചെയ്തതിന് ശേഷം എന്താണ്? എമർജൻസി സർവീസിന് വേണ്ടി നമ്മൾ കോൾ ചെയ്യണം. ഓക്കെ, ആ രണ്ട് പോയിന്റ് ക്ലിയർ ആയോ? ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ് സോൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പിൽ. ഫസ്റ്റ് എന്താണ്? മേജർ ആണോ മൈനർ ആണോ എന്ന് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? മേജർ ആയിട്ടുള്ള കെമിക്കൽ സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? എവിക്ട് ചെയ്യണം. ഓക്കെ, ദെൻ വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. അഗെയിൻ PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? Personnel should use suitable personal protective equipments like gloves, goggles, and respirators before going to the spill to avoid connection with the chemical and avoid inhalation of chemical smoke.
അതായത് ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മൾ എന്താണ് PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഗ്ലൗസ് ആയിരിക്കണം, ഗോഗിൾസ്, റെസ്പിറേറ്റേഴ്സ്. ഓക്കെ, ഇത് കെമിക്കൽസ് നമ്മൾ ശ്വസിച്ചാൽ പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസീസസ് വരാൻ ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് മാസ്ക് പോലുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഏതൊക്കെയായിരുന്നു? ഇവാലുവേറ്റ് ദ കെമിക്കൽ സ്പില്ല് എങ്ങനത്തെയുള്ള കെമിക്കൽ സ്പില്ലാണെന്ന് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് മേജർ ആണോ അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള ലീക്കേജ് ആണോ എന്ന് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെന്താണ്? ഏരിയ എവിക്റ്റ് ചെയ്യണം. പിന്നെ എമർജൻസി സർവീസിനായിട്ട് കോൾ ചെയ്യണം. തേർഡ് പോയിന്റ് എന്താണ്? PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ കണ്ടെയ്ൻ ദി സ്പില്ലിനെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം ഫ്രം സ്പ്രെഡിങ്. യൂസ് absorbent materials such as absorbent pads to contain the spill and prevent it from spreading. Place the materials in a labeled dangerous waste bag of the container for discarding. എന്താ പറയുന്നത് അതില്? അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കണം. എന്തിനു വേണ്ടിയാണ് അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടത്? ഈ സ്പില്ല് സ്പ്രെഡ് ആകാതെ തടയുന്നതിന് വേണ്ടി. അബ്സോർബന്റ് പാഡ്സ് യൂസ് ചെയ്ത് സ്പില്ലിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇത്തരത്തിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ എവിടെയാണ് പുട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത്? എവിടെയാണ്? ലേബിൾഡ് ചെയ്തിട്ടുള്ള ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? കണ്ടെയ്ൻ ദ സ്പില്ല് കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത എല്ലാ മെറ്റീരിയൽസും നമ്മൾ ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ ക്ലീൻ അപ്പ് ദ സ്പിൽ. എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? യൂസ് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സ് ഓർ സ്റ്റിക്ക് ടു ദ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ്സ് ഫോർ ദ എക്സാക്ട് യൂസ് ഓഫ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ടു ക്ലീൻ അപ്പ് ദ സ്പിൽ. ആ ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അബ്സോർബന്റ് മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന്, എങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം. ബി കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ കെമിക്കൽ അറ്റ് ദ ടൈം ഓഫ് ക്ലീനിങ് അപ്പ്. ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഇത്തരം കെമിക്കൽസ് വീണ്ടും ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ ക്ലീൻ അപ്പ് ദ സ്കിൽ ക്ലിയർ ആയോ? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. നമ്മൾ ഇത്തരത്തിലുള്ള വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? All materials that are coming into contact with the chemicals should be thrown away as dangerous waste into labeled bags or container. ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലേബിൾഡ് ചെയ്ത ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. Adhere to local, state and federal regulation for the disposal of dangerous waste. അപ്പൊ എല്ലാ ലോക്കലിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം ഈ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ റിപ്പോർട്ട് ദി സ്പിൽ. എന്താണ് റിപ്പോർട്ട് ദി സ്പില്ലിൽ പറയുന്നത്? Spills should be reported to the concerned staff for documentation and investigations. അതായത് ഇത്തരത്തിലുള്ള ഒരു കെമിക്കൽ സ്പില്ലേജ് ഉണ്ടായിട്ടുണ്ടെന്ന്, കെമിക്കലിന്റെ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ഡോക്യുമെന്റേഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയോ നമ്മൾ ഈ സ്റ്റാഫിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്തരത്തിലൊരു കെമിക്കലിന്റെ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിനെ നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ ആണോ? ഓക്കെ മിസ് ബാ, ഏതൊക്കെയാണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ എങ്ങനെയാണ് കെമിക്കൽ സ്പില്ലിന്റെ വേസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ഫസ്റ്റ് വൺ, ഇവാലുവേറ്റ് ദ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ലൈക്ക് മിനർ ഓർ മേജർ. ചെറുതോ വലുതോ കെമിക്കൽ വേസ്റ്റ് ചെറുതാണോ വലുതാണോ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണോ അല്ലെങ്കിൽ അൺഇമ്പോർട്ടന്റ് ആണോ എന്ന് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. വെരി ഗുഡ്. പിന്നെന്താ ചെയ്യേണ്ടത്? എവിക്ട് ദ ഏരിയ. ആ ഏരിയയിലുള്ള ആളുകളെ ഒഴിവാക്കുകയും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കോൾ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്താണ്? വിയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അതായത് PPE കിറ്റ് യൂസ് ചെയ്യണം. ഗ്ലൗസ്, മാസ്ക്, ഗൗണ്, ഫേസ് ഷീൽഡ് എന്നിവ ഉപയോഗിക്കണം. PPE ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? സ്പില്ല് അബ്സോർബ് മെറ്റീരിയൽസ് പാർട്സ് യൂസ് ചെയ്യണം. ലേബിൾഡ് ചെയ്ത ബാഗോ കണ്ടെയ്നറിലോ വേണം ഇത്തരം കെമിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഈ അബ്സോർബന്റ് മെറ്റീരിയൽസ്
നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം. ക്ലീൻ അപ്പ് ദ സ്പില്ല് മാനുഫാക്ചർ ഡയറക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ടാവണം ഈ വേസ്റ്റേജ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്യണം. ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഒക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹോസ്പിറ്റൽ കീപ്പ് ചെയ്തതിന് ശേഷം ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് റിപ്പോർട്ട് ദ സ്പില്ല്. സ്പില്ല് ചെയ്ത ഓരോ എന്താ പറയാ ഈ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെതായ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ അറിയിക്കണം. ഇത് ഇങ്ങനെ വേസ്റ്റേജ് സ്പില്ല് ആയിട്ടുണ്ട് എന്നുള്ളത് അവരെ അറിയിക്കണം. നമ്മള് ലീക്കേജിനെ കുറിച്ച് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ ആണോ? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാത്തിലും സെയിം സ്റ്റെപ്പ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. എങ്ങനെയാണ്? ചെക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ചെക്ക് മേജർ ഓർ മൈനർ സ്പില്ലേജ്. എത്തരത്തിലുള്ള സ്പില്ലേജ് ആണെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. പിന്നെന്താ ചെയ്യേണ്ടത്? ഇഫ് മൈനർ, അത് ഒരു ചെറിയ സ്പില്ലേജ് ആണെങ്കിൽ, ചെറിയ കെമിക്കൽ ലീക്കേജ് ആണെങ്കിൽ എന്തൊക്കെ നടപടികളാണ് നമ്മൾ ചെയ്യേണ്ടത്? അതർ ഇമ്മീഡിയറ്റ്ലി കംപ്രൈസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്. ഓക്കെ, സേഫ്റ്റി ഓഫീസേഴ്സിനെ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? ഐസൊലേറ്റ് ഏരിയ. ആ ഏരിയ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എവിക്റ്റ് ചെയ്യണം ആ ഏരിയ. PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താ പറയുന്നത്? കൺട്രോൾ സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ കണ്ടെയ്നിങ് സ്പിൽ യൂസ് ആസിഡ് ഓർ ആൽക്കലി ആൻഡ് പ്ലേസ് അബ്സോർബൻ പാഡ്സ്. ആ സ്പില്ല് സ്പ്രെഡ് ആകാതെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ക്ലിയർ ആണ്? അബ്സോർബൻ പാഡ്സ് യൂസ് ചെയ്ത്, അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ ആ സ്പില്ല് സ്പ്രെഡ് ആകാതെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ്. എങ്ങനെയാണിത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്? ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. പിന്നെന്താ പറയുന്നത്? ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ. ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? അണുവിമുക്തമാക്കണം. ഓക്കെ, ഇപ്പൊ മെർക്കുറി സ്പില്ലേജ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ യൂസ് ചെയ്യേണ്ടത്? ഏത് സൊല്യൂഷനാ യൂസ് ചെയ്യേണ്ടത്? 10% sodium thiosulfate. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ യൂസ് ചെയ്ത് ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യണം. Then raise incident forms. ഇൻസിഡന്റ് ഫോംസിൽ എന്താണ്? ആ ഇൻസിഡന്റിനെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഫോംസുകൾ ഉണ്ട്. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ആരൊക്കെ ഇത് അഫക്ട് ചെയ്ത പീപ്പിൾ. ഓക്കെ, പിന്നെന്താണ്? ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടോ? ഈ സ്പില്ലേജ് ലീക്കേജുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒരു ഫോം ഉണ്ട്. അതാണ് റേസ് ഇൻസിഡൻസ് ഫോംസ്. അപ്പോ ഇഫ് മൈനർ ആണെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഈ കെമിക്കൽ സ്പില്ലേജ് മൈനർ ആണെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പാ ഫോളോ ചെയ്യേണ്ടത്? പ്രവീണ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? PPE കിറ്റ് വെയർ ചെയ്യണം. ഐസൊലേറ്റ് ഏരിയ, ഏരിയ നമ്മൾ ഒഴിപ്പിക്കണം, എവിക്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സ്പ്രെഡ് ആവാതെ കൺട്രോൾ ചെയ്യണം. സ്പില്ല് എന്താണ്? സ്പ്രെഡ് ആവാതെ കൺട്രോൾ ചെയ്യണം. ലിക്വിഡ് ബൈ ആൽക്കലി ആൻഡ് പ്ലേസ് അബ്സോർബൻ പാഡ്സ് യൂസ് ചെയ്തോ, അല്ലെങ്കിൽ ആസിഡിന്റെ ലീക്കേജ് ആണ് ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൽക്കലി യൂസ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇത്തരം അബ്സോർബൻ പാഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ആ സ്പില്ലിനെ കൺട്രോൾ ചെയ്യാം. റൂൾസ് അനുസരിച്ച് ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, ഡിസ്കാർഡ് ചെയ്യണം. പിന്നെന്താണ്? ഏരിയ ഡിസ്കാർഡ് ചെയ്യണം. ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ദ ഏരിയ അണുവിമുക്തമാക്കണം. ആ ഏരിയ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? നെക്സ്റ്റ് വൺ എന്താണ്? ഇൻസിഡന്റ് ഫോംസ്. റൈസ് ഇൻസിഡൻസ് ഫോംസ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആ ഫോമിൽ ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഇഫ് മേജർ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
കെമിക്കൽ സ്പില്ല്, ഈ കെമിക്കലിന്റെ ലീക്കേജ് മേജർ ആയിട്ടുള്ള ഒരു കെമിക്കൽ ആണ് ലീക്കേജ് ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നോട്ടിഫൈ അതേഴ്സ്, ഓക്കെ, മറ്റുള്ളവരെ അറിയിക്കണം. പിന്നെ എവിക്ട് ദ ഏരിയ, ഏരിയ എവിക്ട് ചെയ്യണം. പിന്നെന്താണ്? പ്രിവെന്റ് അതർ ഫ്രം എന്ററിങ് ദ ഏരിയ, മറ്റുള്ളവർ ആ ഏരിയയിലോട്ട് പ്രവേശിക്കുന്നത് തടയണം. ഓക്കെ, വിച്ച് വാച്ച് ഫോർ ഫയർ ഇഫ് ഫ്ലെയിമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. ചില കെമിക്കൽസ് എന്താണ്? ഫ്ലെയിമബിൾ, തീ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ? അത്തരത്തിലുള്ള സ്പില്ലേജ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. ഓക്കെ, ഇത്തരം ഏത് തരത്തിലുള്ള കെമിക്കൽ ആണെന്ന് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അതിനെ മാനേജ് ചെയ്യണം. ക്ലിയർ ആണോ? ഈ മേജർ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നോട്ടിഫൈ അതേഴ്സ്, നോട്ടിഫൈ അതേഴ്സ്, മറ്റുള്ളവരെ അറിയിക്കണം. ഓക്കെ മേഘ. ഏരിയ എവിക്ട് ചെയ്യണം. ഓക്കെ, പ്രിവെന്റ് അതർ ഫ്രം എന്ററിങ് അങ്ങോട്ട് കയറാതിരിക്കാൻ തടയണം. മറ്റുള്ളവർ ആ പ്രദേശത്തോട് എൻറ്റർ ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? പ്രോപ്പറായി അബ്സോർബ് ചെയ്ത് മാനേജ് ചെയ്യണം. ഓക്കെ, ചില കെമിക്കൽസ് മേജർ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് അല്ലെ? കെമിക്കൽസ് അപ്പോ എന്താണ്? തീ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത്തരത്തിലുള്ള കെമിക്കൽ ആണെങ്കിൽ നമ്മൾ ഇതിനെ പ്രോപ്പർ ആയിട്ട് ഒബ്സർവ് ചെയ്ത് മാനേജ് ചെയ്യണം. അപ്പൊ ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? മെർക്കുറി സ്പില്ലേജ്, ഫസ്റ്റ് വൺ ഏതായിരുന്നു? മെർക്കുറി സ്പില്ലേജ്, ഓക്കെ, ഷാർപ്പ് സ്പില്ലേജ്, കെമിക്കൽ സ്പില്ലേജ്. ബ്ലഡ് ആൻഡ് ബോഡീസ്. ഫസ്റ്റ് നമ്മൾ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഏതായിരുന്നു? കെമിക്കൽസ്, ഷാർപ്സ്, കെമിക്കൽ ഷാർപ്സ്. ഓക്കെ. അപ്പൊ അതിലെന്തായിരുന്നു? കെമിക്കൽസിൽ അല്ലെങ്കിൽ മെർക്കുറിയിൽ ഏതാ വരുന്നത്? മെർക്കുറിയിൽ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? മെർക്കുറി നമ്മൾ പറഞ്ഞു, മെർക്കുറിയുടെ സ്പില്ലേജ് ഉണ്ടായാലും മെർക്കുറി ലീക്കേജ് ആയാലും സ്പ്രെഡ് ആയാലും നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെയും അല്ലെങ്കിൽ എൻവയോൺമെന്റിനെയും അത് ഹാംഫുള്ളി അഫക്ട് ചെയ്യും. അപ്പൊ അത്തരത്തിൽ ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രോപ്പർ ആയിട്ട് ഈ മെർക്കുറി ലീക്കേജ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ചില സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ മെർക്കുറിയുടെ ലീക്കേജ് ഉണ്ടായാല് ചില സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മെർക്കുറി Evict the area. Wear protective equipments. Spill. Clean up the spill. Fill 10% sodium thiosulfate solution. Dispose of waste. Report the spill. Sodium thiosulfate solution use ചെയ്യുന്നത്. Dispose the waste. Report the spill. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് പഠിച്ചു വെച്ചാൽ ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ് എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? എവിക്ട് ദ ഏരിയ, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഓക്കെ, അപ്പൊ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, ഒരു മെർക്കുറി ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ്? അത്തരം ലീക്കേജ് നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്? ഫിദ. Mercury evict the area. ഓക്കെ, ഏരിയ നമ്മൾ എവിക്ട് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? ജ്വല്ലറി ആയിട്ട് വേഗം അറ്റാച്ച് ചെയ്യുന്നുണ്ടെന്നെ ജ്വല്ലറീസ് ഒക്കെ റിമൂവ് ചെയ്യണം. ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് PPE വെയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇത്തരം ജ്വല്ലറീസ് ടേക്ക് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE കിറ്റ്, ഗൂഗിൾസ്, റെസ്പിറേറ്ററി പോലത്തെ സംഭവങ്ങളെല്ലാം വെയർ ചെയ്തിരിക്കണം. ഓക്കെ, ഈ മാസ്ക് വെയർ ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്, വേപ്പേഴ്സ് ഒക്കെ നമ്മൾ ശ്വസിക്കുന്ന ഹാംഫുൾ ആയിരിക്കും. ചെയ്താല് അത് ഹാംഫുള്ളി അഫക്ട് ചെയ്യും ഹ്യൂമൻ ഹെൽത്തിനെ. ലങ്സിന് ഡാമേജ് ഉണ്ടാവാം. ഓക്കെ, ഫീറ്റസിന്റെ ഡെവലപ്മെന്റ് അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രീത്തിങ് ഇഷ്യൂസ് വരാം. ഇത് ഓക്കെ, പറയുന്നത് കണ്ടെയ്ൻ ദി സ്പിൽ, മെർക്കുറി സ്പിൽ കിറ്റ് പോലെയുള്ള കിറ്റ്സ് ഉപയോഗിച്ചിട്ട് സ്പില്ല് ലീക്ക് ആവാതെ നോക്കണം, അബ്സോർബ് ചെയ്തെടുക്കണം. സ്പ്രെഡ് ആകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, സ്പിൽ കിറ്റിൽ എന്തൊക്കെയാ വരുന്നത്? മെർക്കുറി സ്പിൽ കിറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? സക്ഷൻ പമ്പ്, അബ്സോർബന്റ് പാഡ്, അബ്സോർബന്റ് പൗഡർ.
ഈ അബ്സോർബൻ സ്പിൽ കിറ്റ്, മെർക്കുറി സ്പിൽ കിറ്റ് യൂസ് ചെയ്ത് ആ സ്പില്ല് സ്പ്രെഡ് ആകാതെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. പിന്നെ പറയുന്നത് ക്ലീൻ അപ്പ് ദി സ്പിൽ. 10% സോഡിയം തയോസൾഫേറ്റ് യൂസ് ചെയ്തിട്ട് അവിടെ ക്ലീൻ ചെയ്യണം. ഓക്കെ, ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത് ഏത് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ്? 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. സോഡിയം തയോസൾഫേറ്റ്, വെരി ഗുഡ്. പിന്നെന്താണ്? പിന്നെ നോർമൽ വാക്യൂം ചെയ്തിട്ട് സാധാരണ പോലെ നമുക്ക് ആ സ്ഥലം യൂസ് ചെയ്യാം. ഡിസ്പോസിബിൾ ഓഫ് വെയിറ്റ്, ഡേഞ്ചറസ് എന്ന് എഴുതിയ ലേബൽ ചെയ്തിട്ടുള്ള കണ്ടെയ്നറോ ബാഗിൽ ഡിസ്പോസിബിൾ ചെയ്യണം. നമ്മൾ യൂസ് ചെയ്ത മെർക്കുറി കിറ്റ്, മെർക്കുറി സ്പിൽ കിറ്റ് ആണെങ്കിലും അത് യൂസ് ചെയ്ത സാധനങ്ങൾ ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്ത കണ്ടെയ്നർ ഓർ ബാഗിൽ നിക്ഷേപിക്കണം. ഡിസ്പോസ് ചെയ്യണം, വെരി ഗുഡ്. പിന്നെന്താണ്? അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഹോസ്പിറ്റലിന്റെ ഫെഡറേഷന്റെ എല്ലാവരുടെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെ റിപ്പോർട്ട് ദി സ്പിൽ, ഈ സ്പില്ലിനെ കുറിച്ചിട്ട് അതിന്റെ അധികാരികളെ അറിയിക്കണം. ഓക്കെ. ദെൻ ഷാം സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്തൊക്കെയാണ് മിസ്ബ? വേസ്റ്റ് മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അതായത് PPE കിറ്റ് ഉപയോഗിക്കണം. ഗ്ലൗസ്, മാസ്ക്, ഗൗൺ മുതലായവ യൂസ് ചെയ്തിട്ട് വേണം സ്പില്ലേജ് വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഷാർപ്പ് ഡേഞ്ചറസ് എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ബാഗിൽ കണ്ടെയ്നറിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കണ്ടെയ്നർ ദ സ്പില്ല്, പഞ്ചർ റെസിഡന്റ് കണ്ടെയ്നറിലായിരിക്കണം അത് ഡിസ്പോസ് ചെയ്യൽ നിർബന്ധമാണ്. നെക്സ്റ്റ് ക്ലീൻ അപ്പ് ദ സ്പില്ല്, മാനുഫാക്ചേഴ്സ് ഡയറക്ഷൻസ് അനുസരിച്ച് വേണം അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഗെറ്റിംഗ് റൈഡ് ഓഫ് വേസ്റ്റ്, ബയോ ഹസാർഡ് എന്ന് ലേബൽ ചെയ്തിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് റിപ്പോർട്ട് ദ സ്പില്ല്, അതായത് അതിൻ്റെതായ സ്റ്റാഫിനെ ഇൻഫോം ചെയ്തിരിക്കണം, അത് വേസ്റ്റ് സ്പില്ലേജ് ആയി എന്നുള്ളത് ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ, വെരി ഗുഡ് മിസ്ബ. ദെൻ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. കെമിക്കൽ സ്പില്ലേജ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇവാലുവേറ്റ് ദ കെമിക്കൽ സ്പില്ല്, ഫസ്റ്റ് വൺ, ഓർ മൈനർ ഓർ മേജർ. അപകടം വലുതാണോ ചെറുതാണോ എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. 2, എവിക്ട് ദ ഏരിയ, ആ ഭാഗത്തുള്ള ആൾക്കാരെ ഒഴിവാക്കുകയും കോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സർവീസ്, എമർജൻസിയിലേക്ക് കോൾ ചെയ്യണം. നെക്സ്റ്റ് വിയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, PPE കിറ്റ് ധരിക്കണം. നെക്സ്റ്റ് കണ്ടെയ്ൻ ദ സ്പില്ല്, അബ്സോർബ് മെറ്റീരിയൽ പാഡ്സ് യൂസ് ചെയ്തുകൊണ്ട് സ്പില്ല് കണ്ടെയ്നർ ചെയ്യണം. ലേബൽഡ് ചെയ്ത ബാഗോ കണ്ടെയ്നറോ ഇതിനു വേണ്ടി യൂസ് ചെയ്യണം. ക്ലീൻ അപ്പ് ദ സ്പില്ല്, മാനുഫാക്ചേഴ്സ് ഡയറക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ റീകണ്ടാമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അത് നമ്മൾ സ്പിൽ കിറ്റ് പറഞ്ഞില്ല. കിറ്റ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മാനുഫാക്ചറിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം ആ സ്പിൽ കിറ്റ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡിസ്പോസ് ദ വേസ്റ്റ്, ലോക്കൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ലേബൽ ചെയ്തിട്ടുള്ള ബാഗ് ഓർ കണ്ടെയ്നറിൽ മാത്രമേ ഡിസ്പോസ് ചെയ്യാവൂ. ഓക്കെ. ഇൻഫോം ദ സ്റ്റാഫ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓർ ഡയറക്ഷൻ, ഇൻവെസ്റ്റിഗേഷൻ ഓർ ഡോക്യുമെന്റേഷൻ, ഇൻവെസ്റ്റിഗേഷനോ മറ്റ് ഫർദർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റാഫിനെ ഇൻഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു മേജർ മൈനർ ആണെന്ന് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. മൈനർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന് ചില സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാ സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടത്? മൈനർ ആണെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് ഇമ്മീഡിയറ്റ്ലി കമ്പാരിസൺ. ഓക്കെ പ്രിൻസിപ്പൽ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? സേഫ്റ്റി ഓഫീസേഴ്സ് അറിയിക്കണം, ഇൻഫോം ചെയ്തിരിക്കണം സേഫ്റ്റി ഓഫീസറിനെ. പിന്നെ നെക്സ്റ്റ് ഏതാണ്? PPE കിറ്റ് വെയർ ചെയ്തിരിക്കണം. PPE കിറ്റ് വെയർ ചെയ്യണം. നെക്സ്റ്റ് സ്പ്രെഡ് ആകാതെ കൺട്രോൾ ചെയ്യണം. പിന്നെന്താണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് ഡിസ്കാർഡ് ചെയ്യണം. നെക്സ്റ്റ് ഏരിയ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. പിന്നെ എഫക്ട് ചെയ്ത പീപ്പിൾ ഡാമേജ് ഉണ്ടായാലോ, സ്പില്ലേജ് ആരെയൊക്കെ അഫക്ട് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി എക്യുപ്മെന്റ്സിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ടോന്നും
നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിക്കണം. ഫോംസ്. പിന്നെ ഈ മേജർ ആണെങ്കിലോ, മേജർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരെ ആദ്യം നോട്ടിഫൈ അതേഴ്സ്, മറ്റുള്ളവരെ അറിയിക്കണം. നോട്ടിഫൈ അതേഴ്സ്. ഓക്കെ, പിന്നെന്താണ്? എവിക്ട് ഏരിയ അവിടുന്ന് ഒഴിപ്പിക്കണം. ഉം. പിന്നെ നെക്സ്റ്റ് മറ്റുള്ളവർ പ്രവേശിക്കാതെ നോക്കണം. അതിന് തീ പിടിക്കാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ മാനേജ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, സ്പില്ലിംഗ് ലബോറട്ടറി ഏരിയ, ഈ 2 കാര്യങ്ങൾ ഈ ടോപ്പിക്ക് ചെക്ക് ചെയ്തിട്ട് വരാം, റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മൾ പറഞ്ഞു ലേബൽ ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം സ്പില്ല് ഡിസ്കാർഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഹോസ്പിറ്റൽസിൽ എല്ലാ കിറ്റുകളും എല്ലാ കണ്ടെയ്നേഴ്സും ഒരേ നിറത്തിലുള്ളതായിരിക്കുമോ? നമ്മൾ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ട എല്ലാ ബാഗുകളും ഒരേ കളറിലാണോ? യെല്ലോ കളർ ബാഗ്സ് ഉണ്ട്, ഒരു കളർ കോഡ് ഉണ്ട് അതിന് വേണ്ടി. ഒരു കളർ കോഡ് ഉണ്ട്, യെല്ലോ ബാഗ്സ് ഉണ്ട്. യെല്ലോ ബാഗ്സ് ആണെങ്കിൽ എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. യെല്ലോ ബാഗ്സ് ഏത് കാര്യത്തിന് വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? ഏത് സ്പില്ലേജിന് വേണ്ടിയായിരിക്കും? യെല്ലോ ബാഗ് യൂസ്ഡ് ഫോർ ക്ലിനിക്കൽ ആൻഡ് ഇൻഫെക്ഷ്യസ് വേസ്റ്റ്. ഓക്കെ, അതായത് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, ഓക്കെ, ഇത്തരത്തിലുള്ള വേസ്റ്റ്, ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യേണ്ടത് യെല്ലോ കളർ ബാഗ്സിലാണ്. നമ്മൾ പറഞ്ഞു ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും ഡിസ്പോസ് ചെയ്യേണ്ടത് എവിടെയാണ്? യെല്ലോ കളർ ബാഗ്സിലായിരിക്കണം. ഓക്കെ, ഹോസ്പിറ്റൽസിന്റെ പോളിസീസ് അനുസരിച്ച് ചില സ്ലൈറ്റ്ലി ഉള്ള വേരിയേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം കളറില്. ഓക്കെ, പിന്നെയുണ്ട് ബ്ലാക്ക് ബാഗ്. ബ്ലാക്ക് ബാഗ് എന്തിനാ യൂസ് ചെയ്യേണ്ടത്? ബ്ലാക്ക് കളർ ബാഗ് എന്തിനു വേണ്ടിയായിരിക്കാം യൂസ് ചെയ്യേണ്ടത്? ഫുഡ് വേസ്റ്റ് കൂടി നമുക്ക് ഫെമിലിയർ ആണ്. എന്തിനു വേണ്ടിയാണ് ബ്ലാക്ക് കളർ? ഓക്കെ, ഫുഡ് വേസ്റ്റ്, പേപ്പർ, ടവൽ അല്ലെങ്കിൽ ഫുഡ് പാക്കേജിംഗ് ഒക്കെ ഡിസ്കാർഡ് ചെയ്യേണ്ടത് ബ്ലാക്ക് കളർ ബാഗ്സിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? റെഡ് കളർ ബാഗ് ആണെങ്കിലോ, റെഡ് കളർ ബാഗ് റെഡ് കളർ ബാഗ് യൂസ് ചെയ്യുന്നത് ഹൈലി ഇൻഫെക്ഷ്യസ് ഓർ പാത്തോളജിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ടാണ്. അതായത് സർജറി ടൈമിൽ നമ്മൾ ഹ്യൂമൻ ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്യില്ലേ, ഇത്തരം വേസ്റ്റുകൾ ഡിസ്കാർഡ് ചെയ്യാനായിട്ടാണ് റെഡ് ബാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം മാം. ഇതിന്റെ നോട്ട്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം, ഇപ്പൊ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഓക്കെ, റെഡ് ബാഗ്സ് യൂസ് ചെയ്യുന്നത് സർജറി ടൈംസിലും, ഓക്കെ, സർജറി ടൈംസ് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാത്തോളജിക്കൽ വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഡ് ബാഗ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർജറി ടൈംസിൽ നമ്മൾ ഫ്ലൂയിഡ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്യില്ലേ, ഇത്തരം വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ടാണ് റെഡ് ബാഗ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ ബാഗ് ഉണ്ട്, ബ്ലൂ കളർ ബാഗ് ഉണ്ട്. ഈ ബ്ലൂ കളർ ബാഗിലാണ് നമ്മൾ മെഡിസിൻ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. എക്സ്പയർഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഡിസ്പോസ് ചെയ്യേണ്ടത് ബ്ലൂ കളർ ബാഗിലായിരിക്കണം. ഓക്കെ, വൈറ്റ് കളർ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ബാഗ് ഉണ്ട്, വൈറ്റ് കളർ ബാഗ്. ഈ വൈറ്റ് കളർ ബാഗിലാണ് നമ്മൾ റീസൈക്ലബിൾ മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യേണ്ടത്. പേപ്പറോ പ്ലാസ്റ്റിക്കോ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യേണ്ടത് വൈറ്റ് കളർ ബാഗിലാണ്. ക്ലിയർ ആണോ? ഇതിന്റെ നോട്ട്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതാം കേട്ടോ, പറഞ്ഞുതരാം ക്ലിയർ ആയിട്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, പിന്നെന്തായിരുന്നു സ്പില്ലിംഗ് ലബോറട്ടറി ഏരിയ, 2 ടോപ്പിക് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ ഇന്നത്തെ ക്ലാസ്. ഓക്കെ മാം. ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.